എന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മൾ ഇരട്ടി എനർജിയിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്. വഴിയെ വരുന്നതേ ഉള്ളൂ. അതിനു മുന്നേ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. എന്നിട്ട് ഞാൻ വഴിയെ പറയാട്ടോ എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത്. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. ജഡ്ജസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് കൂടുതൽ സന്തോഷിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് കുറച്ച് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് റിലീസ് ആവാൻ പോകുന്ന ഒരു സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന മൂവിയുടെ ക്രൂ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. വെറും നൈറ്റ് റൈഡേഴ്സ് അല്ല, നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. നമുക്ക് കാണാം, ഇനി കൂടുതൽ പരിചയപ്പെടാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ടീം നൈറ്റ് റൈഡേഴ്സ്. ഹലോ, എല്ലാവർക്കും വെൽക്കം. ഹലോ, നമസ്കാരം. ജഡ്ജസ്, ഇതാണ് നമ്മുടെ ടീം നൈറ്റ് റൈഡേഴ്സ് അല്ലേ? നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു നൈറ്റ് റൈഡേഴ്സ് ആർ ഗോയിങ് ടു ബി ഹാർട്ട് റൈഡേഴ്സ് അല്ലേ? ഇതില് എനിക്ക് അബു സലീം സാറിനെ വളരെ നന്നായിട്ട് അറിയും. അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ 1980s എന്ന് പറഞ്ഞിട്ട്, കോഴിക്കോട്ടുണ്ട്, കൽപ്പറ്റയിലൊക്കെ ഉണ്ട്. അതിന്റെ വലിയ ഫാനാണ് ഞാൻ. അപ്പൊ അവിടെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാറുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ സഹോദരൻ യൂസഫ് ഉണ്ടാവാറുണ്ട്, അടിക്കടി വരാറുണ്ട്. അതെ. പിന്നെ മാത്യുവിനെ കാണുമ്പോഴത്തേക്കും ഉടനെ എനിക്കൊരു ജാതിക തോട്ടത്തിന്റെ ഓർമ്മ വരും. ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഡയറക്ടറാണ്. അപ്പൊ നൗഫൽ, വെൽക്കം. പിന്നെ സൈനു സാറിന്റെ മകൻ സിനു സൈനുദ്ദീൻ, ഫ്ലവേഴ്സിന്റെ ഒരു ടീം മെമ്പർ കൂടിയാണ് അദ്ദേഹം. അപ്പോ വെൽക്കം ടു ദ ഹോൾ ടീം. വളരെ സംഗീതാത്മകമായി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ആദ്യം ഇതൊരു മീനാക്ഷി ആട്ടോ, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരുന്ന ഒരാളാണ്. ഞാൻ എന്താ മീനുട്ടി കുറച്ചു നേരം മിണ്ടാത്തത്? അതെ, ഇത് വേറൊരു മീനാക്ഷി എന്ന് രണ്ടുപേരൊക്കെ തിരിഞ്ഞു നോക്കുന്നു. പിന്നെ ശരത്തേട്ടനുണ്ട്. ഞങ്ങളുടെ പുതിയ വിശേഷം നൈറ്റ് റൈഡേഴ്സ്, നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് 10-ാം തീയതി റിലീസ് ആവാം. അതില് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കും. പിന്നെ വേറെ ചേച്ചിയുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നെല്ലിക്കാംപോയിൽ ഒരു സ്ഥലമാണ്, നമ്മുടെ ഒരു ഫിക്ഷണൽ സ്ഥലമാണ്. ഇപ്പോ നമ്മളെല്ലാരും എല്ലാ ഏജ് കാറ്റഗറിയിലെ ആളുകളും നമ്മൾ ചെറുപ്പത്തിലും ഒക്കെ ആയിട്ട് കുറെ കഥകളുണ്ടല്ലോ, പേടിപ്പിക്കണേ അല്ലെങ്കിൽ അങ്ങനെ, പിന്നെ കുറെ മിത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അത്തരം കുറച്ച് ഇൻസിഡൻസ് ഒക്കെ എടുത്തിട്ട് ഹ്യൂമറും ഈ പറഞ്ഞ ത്രില്ലും ഒക്കെ ആയിട്ട്, റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഹൊറർ ഉണ്ട്, കുറച്ചധികം സസ്പെൻസ് എലമെന്റ്സുകളൊക്കെ ഉള്ള ഒരു 2 മണിക്കൂർ കംപ്ലീറ്റ് എന്റർടൈനർ ആണ് സിനിമ. ഹൊറർ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് സസ്പെൻസ് ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് എല്ലാം ഉള്ളൊരു ജോണർ. ഐ മീൻ എല്ലാം ഇപ്പൊ ഫൈറ്റ്, ഹൊറർ. അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരുന്നു. എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അതെ. പിന്നെ എല്ലാരും ഒരുമിച്ച് മിക്ക സീനിലും അപ്പൊ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര, അപ്പൊ അത് ആൾക്കാർക്കും ട്രാൻസ്ഫർ ആവും, ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ നൈറ്റ് റൈഡേഴ്സ് എന്നുള്ള സംഭവം അങ്ങനെ പേര് വരാൻ നിങ്ങൾ രാത്രി മാത്രം റൈഡ് ചെയ്യുന്ന ആൾക്കാർ? അല്ല, രാവിലെയും റൈഡ്, രാത്രിയാണ് കൂടുതലും റൈഡ്. KNIGST ആണോ NIGST ആണോ? കുറച്ച് ബുദ്ധി കൂടി പോയാൽ എപ്പോഴും എഡിറ്റേഴ്സ് അവരുടെ ഒരു ആർട്ടുണ്ട്. അവര് സിനിമ ഡയറക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ നൗഫൽ എനിക്കറിയാം എഡിറ്റർ ആണെന്നറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ത് തോന്നുന്നു അതിനെ പറ്റി? സത്യത്തിൽ എഡിറ്റേഴ്സ് ഡയറക്ഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസിയാന്ന് പറയാമെങ്കിലും സെറ്റിൽ കളി വേറെയാണ്. മെയിൻ കാര്യം ക്രിയേറ്റീവായിട്ടെല്ലാം ചെയ്യാം. നമുക്ക് പറഞ്ഞതൊക്കെ തരുന്ന പ്രൊഡ്യൂസർ ആയിരുന്നു. ഒരു 100-150 പേര് 55 ദിവസം മേയ്ക്കുക എന്നുള്ളൊരു പാടാണ് ഏറ്റവും വലിയ. ഈ കൂട്ടത്തിൽ ആരാ പാട്ട് പാടുന്ന ആളുകൾ? എല്ലാരും പാടും. സഭ പാടും, മെറിൻ പാടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട്, ആര് വന്നാലും പാട്ട് പാടിപ്പിച്ചു. മീനാക്ഷി ഞങ്ങളുടെ സിനിമയിൽ പാടിയിട്ടുണ്ട് നല്ലൊരു. അപ്പൊ മീനാക്ഷിയിൽ നിന്ന് തന്നെ തുടങ്ങാം.
അങ്ങനെ ഒരു അതെ. പാട്ട് പാടി തേങ്ങ അതെ. കൊടുക്കണം. ഇല്ലില്ല, ചുമ്മാ ഏതെങ്കിലും പഠിച്ചിട്ടൊക്കെ വന്നേക്കുന്നേ. ചുമ്മാ നമ്പറാണല്ലേ? പറയാം നമ്മുടെ സിനിമയില് ഏകദേശം 8ഓളം സോങ്സ് ഉണ്ട്. മിനിമി ചേച്ചി, ഓ, അത് ശരി. ഉഷ വരെ എല്ലാവരും പാടിയിട്ടുണ്ട്. അപ്പൊ ആഹാ. അതിന് കൂട്ടത്തിൽ ഇവിടെ പാടിയിട്ടുണ്ട്. നേഹ നായർ, ജാക്സണുമാണ് music. യാക്സനും നേഹ വെരി നൈസ്. അവർ അത് രണ്ടും ശരി. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. യാക്സനെ എനിക്ക് നന്നായിട്ട് അറിയും. അപ്പോ മീനാക്ഷി, യെസ്, മീനാക്ഷിയിൽ തുടങ്ങാം. ഓക്കെ, നമ്മളുടെ പടത്തിന്റെ ഒരു പാട്ട് കാതൽ പൊന്മാ എന്ന് പറഞ്ഞിട്ട് ആഹാ. നേഹ ചേച്ചിയും വിഷ്ണു വിജയും കൂടെ പാടിയ ഒരു പാട്ടിലൊരു ചെറിയൊരു ബിറ്റ് പാടാം. ഓക്കെ. കലമാനെ കൊല്ലും കാതൽ പൊന്മാനെ നീ മയക്കാതെ മനസ്സാകെ മെയ്യാതെ കലമാനെ കൊല്ലും കാതൽ പൊന്മാനെ നീ മയക്കാതെ മനസ്സാകെ മെയ്യാതെ. കൊള്ളാലോ. ബാക്കിയില്ലേ ബാക്കി ഇത്രേ ഉള്ളോ? ബാക്കിയില്ലേ? അത് ഹൈപ്പിച്ചൊക്കെ എന്റെ വെള്ളിയൊക്കെ യോഹാനിയുടെ ശബ്ദം പോലെ ഇരിക്കും. ഏത് യോഹാനി ഇല്ലേ, മനിക്കേ മക്കേ, കേട്ടിട്ട് ഞാൻ പാടുന്നു. അതുപോലെ ഇരിക്കും. വോയിസ് പോലെ ഉണ്ട് അത്. വോയിസ് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആണ് കേട്ടോ. അതെ അതെ, Thank you. കൊള്ളാം. അപ്പൊ ഇനി പാട്ട് തന്നോളൂ കേട്ടോ. പിന്നെ ആ ആക്സെന്റും കൊള്ളാം, പാടുന്ന രീതി ഉണ്ടല്ലോ, ഒരു സ്റ്റൈൽ, അതും കൊള്ളാം. മാർക്കിടാം. അബുക്ക് പാട്ട് പാടുമല്ലോ. ഇല്ലല്ല, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടാറില്ല. സിനുവോ? ഞാൻ പാടുവിടാറുള്ളൂ. പാടുവിടാറില്ല. മാത്യു പാടുന്നാണ് ഞാൻ കേട്ടത്. മാത്യു ഭയങ്കര പാട്ടുകാരനാ, നമുക്ക് ആണല്ലേ? ഇത്രയും നാളും മാത്യു പാടിയിട്ടില്ല. എന്നോട് പറഞ്ഞു ഞാൻ പാടുകയാണെങ്കിൽ അത് ഞാൻ ജയചന്ദ്രൻ സാറിന് മുമ്പിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ ഞാൻ എട്ടിപ്പോയി. ഓക്കേടാ, തുടങ്ങിക്കോ. അങ്ങനെ ഒരു വാശിയുണ്ടെങ്കിൽ നമുക്ക് പാടാം. മാത്യു നമ്മളുടെ സിനിമയിൽ പാടുന്നുണ്ട്. ആഹാ. ഇല്ല, ഞാൻ പാടുന്നത് വൃത്തികേടായിട്ടാണ് ഞാൻ പാടുന്നത്. ഇല്ല, പിന്നെ ഞാനത് പറഞ്ഞു, കൊള്ളൂല മാത്യു, നീ പാടണ്ട. മീനാക്ഷിക്ക് കൊടുത്തപ്പോ അവളോട് പാടാൻ പറഞ്ഞപ്പോ ഒരു വരി നല്ല രീതിയിൽ പാടി. നമ്മള് വിശ്വസിച്ചില്ല ഇവളിങ്ങനെ പാടുന്നു. അവൾ എന്റെ അടുത്ത് ചോദിച്ചതാണ് ആക്ച്വലി, ന്യൂഫിലിക്ക ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ശരി, പാടുന്നു പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ രസമായി. മാത്യുവിനോട് പാടിയ മാത്യു സമയത്ത് പുറത്തായിരുന്നു. അപ്പൊ പാടി അയച്ചാൻ വേണ്ടി പറഞ്ഞപ്പോ അത് രാവിലെ 2:30 മണിക്ക് എങ്ങാണ്ടാ മെസ്സേജ് വാട്സാപ്പിൽ വന്നില്ല. അപ്പൊ ഞാൻ എണീറ്റ് പാടി ഇത് അങ്ങനത്തെ ഒരു സാഹചര്യം വളരെ കുറവാണ്. എണീക്കുമ്പോഴേ ചിരിച്ചെണീക്കണ ഇത് കേട്ട് ഇപ്പൊ പടത്തിലൊരു ഏരിയയില് ഒരു തമാശക്ക് വേണ്ടിട്ട് അത് വെച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൂക്കയുടെ ഈ വരുന്ന ഒക്ടോബർ 10 എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വന്നിട്ട് 50 വർഷമാണ്. 50 years. ഇതില് വാസപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അതായത് മാത്യുവിന്റെ അങ്കിളായിട്ടാണ്. റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. നല്ലൊരു റോളാണ് കിട്ടിയിട്ടുള്ളത്. നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ബാക്കി ഡയറക്ടർ തീരുമാനിക്കും. എല്ലാവരും സിനിമ കാണണം, നൈറ്റ് റൈഡേഴ്സ് വിജയിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ നായകൻ എന്താ പറയാനല്ലേ മൂവിനെ പറ്റിട്ട് കൂടുതൽ? ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമ ചെയ്തതിലും അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട് വന്നതിലും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു സെറ്റിലൊക്കെ നമുക്കൊരു ഗുഡ് ഫീൽ കിട്ടും. അപ്പൊ ആ സിനിമയുടെ റിസൾട്ട് നമുക്ക് നല്ലതായിട്ട് തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാം. എല്ലാരും പാട്ട് പാടാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ലോ, കേൾക്കാൻ ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പൊ അവിടെ ഇരുന്ന് ബാക്കി വിശേഷങ്ങളും പാട്ടും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, താങ്ക് യു. ആര്യ ചേച്ചി, നമ്മുടെ എസ്തർ കുട്ടി എത്താണ്, വിളിച്ചാലോ? വിളിക്കാം. So let's welcome Esther Ross Praveen on stage. And here comes the angel. അതെ, എസ്തർ പറയുന്നത് നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്ന വേണ്ട, ഞാൻ പാട്ട് പാടാനാണ് വന്നത്, പാട്ട് പാടാൻ പോവാണ്. ഏതാണ് പാട്ട്? നിൽക്കുക. ആ രാത്രി മാഞ്ഞുപോയി. ആണോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? എപ്പോ? രാത്രി എന്ന് 1986. 1986 ഒരു രാത്രിയാണ്. രാത്രിയാണ് മാഞ്ഞു പോയത്. സിനിമയുടെ പേരെന്താ? പഞ്ചാഗ്നി. പഞ്ചാഗ്നി. എന്നാ നമുക്ക് പതുക്കെ അങ്ങോട്ട് തുടങ്ങിയേക്കാം അതെ. അല്ലേ? തുടങ്ങുന്നതിന് മുന്നേ ഇത് കണ്ടോ, കുറച്ചു പേര് വന്നിരിക്കണേ. അതാരൊക്കെയാ? അറിയില്ലേ കൂടെ. ഇത് നമ്മുടെ നൈറ്റ് റൈഡേഴ്സ് ആണ് കേട്ടോ. അങ്ങനെ റൈഡ് പോയി ഇവര് കഷ്ടപ്പെട്ട് എടുത്തു വെച്ച ഒരു സിനിമയുണ്ട്, നൈറ്റ് റൈഡേഴ്സ് എന്നാണ് പേര്. ഈ ഒക്ടോബർ 10 റിലീസ് ആവും. അത് നമുക്ക് പോയി കാണാം. ഓക്കെ അല്ലേ? ഓക്കെ, ഡൺ. എന്നാ പാട്ട് പാടാം. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
നൈസ് മോളെ, നൈസ് Thank നൈസ് you. നൈസ്. എസ്തർ കുട്ടി ആ നന്നായിട്ട് പാടി, താങ്ക് യു. മിടുക്കിയാണ് ആ കേട്ടോ. ആ എനിക്ക് ഇഷ്ടപ്പെട്ടു, ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് പാടി. പ്രത്യേകിച്ച് ആ വോയിസ് കേൾക്കാൻ ഒരു പ്രത്യേകതയുണ്ട്, നല്ലൊരു സുഖമുള്ള വോയിസ് ആണ്. താങ്ക് യു സർ. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഹസ്കി ആയിട്ട് പാടണ്ട, ആ ചില സ്ഥലത്ത് നല്ല ഒറിജിനൽ വോയിസ് വരുന്നുണ്ട്. ഓക്കെ സർ. അതാരാ ഇങ്ങനെ പാടാൻ പറഞ്ഞത് ഇങ്ങനെ? എൻ്റെ അമ്മ. അമ്മയാണല്ലേ? ഓക്കെ, അമ്മ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഹസ്കി ആയിട്ട് പാടേണ്ട പാട്ടുകളുണ്ട്. ഓക്കെ സർ. ഇതിപ്പോ എല്ലായിടത്തും ഹസ്കി ആക്കണ്ട. ഓക്കെ, ശ്രുതിയും പിന്നെ 1000 എന്നുള്ളതിന്റെ ആ ക്ലാരിറ്റി ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. മിടുക്കിയാണ്. താങ്ക് യു സർ. ഓക്കെ, ഓക്കെ സർ. നല്ലൊരു പാട്ടുകാരിയാണ് താങ്ക് യു. കേട്ടോ. എന്തായാലും ഒരു കാര്യം, ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എസ്തർ കുട്ടി എന്തോ നന്നായി പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോൺസെൻട്രേഷനോടെ പാടി. ONV സാറിന്റെ വരികളുടെ കുറച്ച് പ്രത്യേകത ഞാൻ നോട്ട് ചെയ്തത് എന്താ വെച്ചാൽ, കാലം ആ ഒരു സിഗ്നേച്ചർ എപ്പോഴും അദ്ദേഹത്തിന്റെ വരികളിൽ ഉണ്ടാവും. അത് ഈ പാട്ടിലും ആ രാത്രി മാഞ്ഞുപോയി അങ്ങനെയാണ് പറയുന്നത്. ഇത് ഫ്യൂച്ചറിന്റെ കാര്യങ്ങൾ പറയും ചിലപ്പം. ഇപ്പം മധുചേട്ടൻ പാടിയെന്നല്ലേ ആദിയുഷ സന്ധ്യ ഞാനത് തെലുങ്ക് തമിഴ പാടിയ, ദാസേട്ടനാണ് മലയാളം പാടിയത്. ആദിയുഷ സന്ധ്യ പൂത്തത് ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ കാലം അടയാളപ്പെടുത്തുന്ന വരികള് എപ്പോഴും ONV സാറിന്റെ പ്രത്യേകതയാണ്. ഞാൻ ചെറുപ്പത്തിൽ പാടിയ ഒരു കവിതയുണ്ട്, ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറഞ്ഞിട്ട്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്കായി ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ഒരു കാലത്തിന്റെ ഒരു ടൈമിന്റെ ഒരു റെഫറൻസ് എപ്പോഴും ONV സാറിന്റെ വരികളിലുണ്ടാവും. അത് ഭയങ്കരമായിട്ട് ഈ ഒരു പാട്ടിലും ഉണ്ട്. സാറിനെ ഓർമ്മിക്കുന്നു ഇപ്പൊ. താങ്ക് യു സോ മച്ച് ഫോർ സിംഗിങ് ദാറ്റ് സോങ് എസ്തർ കുട്ടി. ഓക്കെ, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. അപ്പം ഇനിയും അടിപൊളിയാക്കുക. താങ്ക് യു മാം. താങ്ക് യു. ONV സാറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പാട്ട് ഹംസഗീതം എന്ന് നമുക്ക് പറയാം, അത് ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു നിയോഗം പോലെ എനിക്ക് വന്നു ചേർന്നതാണ്. അപ്പോൾ ONV സാറിനത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു ഈണമുണ്ട്. ആ ഈണത്തിലായിരിക്കും പാടുക. മാണിക്യ വീണയുമായി മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ, ഒരു പാട്ട് അദ്ദേഹത്തിന് തോന്നുമ്പോൾ അദ്ദേഹം പാടി കേൾപ്പിക്കും. ഇതിലേ ഇതിലേ എന്നോമന പൈതലേ അകലെ നീലാകാശം ചുറ്റി വരാം എന്ന് പറയാം. അപ്പൊ ഇത് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും എനിക്ക് ഈ ട്യൂണിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുന്നില്ല. ഇത് തന്നെ വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ONV സാർ പറഞ്ഞു, ജയചന്ദ്രൻ എന്തായി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ പാടി, ഇതിലേ ഇതിലേ എന്നോ മന പൈതലേ അകലേ നീലാകാശം ചുറ്റിവരാം. ഏകദേശം അതുപോലെ തന്നെ. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈണമാണല്ലോ ജയചന്ദ്രൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ONV സാറിന്. ഗ്രേറ്റ് 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 പോയറ്റാണ്. ഐ മീൻ ഗാന രചയിതാവാണ്. ഇനി നമ്മുടെ മകളുടെ പാട്ടിലേക്ക് വരാം. ഈ രാത്രിയിൽ ചന്ദ്രനെ നോക്കാറുണ്ടോ? അതുപോലെ സ്റ്റാർസിനെ കാണാറുണ്ടോ? കാണാറുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്തരം ദിവസങ്ങളൊക്കെ, രാത്രികളൊക്കെ മാഞ്ഞു പോയി എന്നാണ് ഇതിനകത്ത് പറയാ. അപ്പൊ ഇത് പല ആൾക്കാരും പറയും ആ രക്തശോഭമ എന്ന് പാടും. ശരിക്കും അത് ആ രക്തം എന്ന് പറഞ്ഞ. അപ്പൊ പാടുമ്പോ അത് ഒന്നിച്ച പാടണ്ട, ചുവന്ന ഒരു ശോഭയുള്ള എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പിന്നെ വീട്ടിലെങ്ങനെയാണ് നമ്മുടെ മകൾ? വീട്ടില് ഭയങ്കര തുറന്നു പറഞ്ഞു ചേച്ചി, തുറന്നു പറഞ്ഞു. ഭയങ്കര വികൃതിയാണ്. ഒരക്ഷരം ഒരക്ഷരം പറഞ്ഞാൽ അനുസരിക്കൂലെന്ന്. പാട്ടൊക്കെ പഠിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പിന്നാലെ നടക്കണം. അവൾക്ക് തോന്നിയ അവൾ ഒറ്റയടിക്ക് പഠിച്ചു തീർക്കും. ഒറ്റ ഒരു മണിക്കൂർ കൊണ്ട് അവള്
എല്ലാം പഠിക്കും. പക്ഷെ അത് തോന്നണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഞാനും പറയാൻ വരും, എനിക്കും അങ്ങനെ തോന്നിയാലേ പഠിക്കൂ. അപ്പൊ അത് കുഴപ്പമില്ല കേട്ടോ. എസ്തർ കുട്ടി അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ഞങ്ങൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്താ ഇവിടെ ഇരുന്നേ. താങ്ക് യു. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ONV സാർ എന്ന് പറഞ്ഞ ലെജൻഡിനെ കുറിച്ച് എനിക്കും ഒരു ചെറിയ നൊസ്റ്റാൾജി ഉണ്ട്. സാറാണ് എന്നെ എഴുത്തിനിരുത്തിച്ചത്. അപ്പോ ഞാനും സ്കൂളും കോളേജ് ടൈമിലും മലയാള റെസിറ്റേഷൻ ഒക്കെ ONV സാറിന്റെ സാർ അപ്പൊ കുറെ പോയംസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതിങ്ങനെ റീകളക്ട് ചെയ്തോണ്ടിരിക്കും. ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു മൂന്നാല് വരി. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. എനിക്ക് ബാക്കി അറിയില്ല. ഇത് അമ്മ എന്ന് പറഞ്ഞിട്ട് ONV സാറിന്റെ ഒരു കവിത. ഞാനൊരു നൊസ്റ്റാൾജിയ ട്രിപ്പിൽ പോയി. അപ്പൊ എസ്തർ കുട്ടി താങ്ക് യു കേട്ടോ ഈ പാട്ട് പാടിയല്ലോ. എല്ലാരും എൻജോയ് ചെയ്തു. അടിപൊളി. വളരെ നന്നായിരുന്നു. ഞാന് മീനാക്ഷിയോട് പറയായിരുന്നത് ശരിക്ക് ആ പാട്ട് അതേപടി പാടുകയും അത് വോയിസ് അസാധ്യമാണ്. ഗംഭീരമായിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ പാടി മോള്. എങ്ങനെ തോന്നുന്നു? തലയാട്ടി കാണിച്ചു തന്നെ. ഇല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പാട്ടിനെ പറ്റി പറഞ്ഞു ഞാൻ ആറ്റുമല്ല. അല്ല, പക്ഷെ എനിക്ക് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റില് ആണ് അത്. ഭയങ്കര സൂതിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. മാർക്ക് അറിയണ്ടേ? എസ്തർ, your score is 95 out of 100. Yes, 95. അപ്പൊ എസ്തർ കുട്ട, ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. അടുത്ത ദിവസം കാണാം. ശരത്തേട്ടാ, ഇപ്പം ലോക റിലീസായി ഭയങ്കര ഹിറ്റായിട്ട് പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇപ്പം നൈറ്റ് റൈഡേഴ്സ് വരാൻ പോകുന്നു, വീണ്ടും ഹിറ്റ് ആവാൻ പോകുന്നു. അപ്പൊ തക്ക സമയത്താണ് നമുക്ക് ചേട്ടനെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലുള്ള ഒരു ഹിറ്റ് സോങ് റീക്രിയേറ്റ് ചെയ്തല്ലോ നമ്മൾ, കിളിയേ കിളിയേ. ആ പാട്ട് ചേട്ടൻ വന്നുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നമ്മൾ വീണ്ടും കൊണ്ടുവരാൻ പോവാണ്. എങ്ങനെ? അയ്യോ, ഒരാൾ പാടും, പേടിക്കല്ലേ. മനസ്സിലായോ? ചേട്ടൻ കുറച്ചേരായിട്ട് ഞാൻ പാകം ഓർക്കുമ്പോഴേ പാടാനാ. ഇപ്പൊ പാടാൻ പറയും ഓർത്തിരിക്കാം. ചേട്ടൻ പാടണ്ട, വേറൊരു കുട്ടിയെ കൊണ്ട് നമ്മൾ പാടിക്കും. വിരോധമുണ്ടോ? ഓക്കെ ഡൺ. ചേട്ടന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ. അപ്പൊ മധുങ്ങള് ശരത്തേട്ടന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സോങ്ങുമായിട്ട് അമൃതയാണ് എത്തുന്നത്. വിളിക്കാം നമുക്ക്. അമൃത AM from Trivandrum. Let's welcome Amrita on stage. യെസ്, അമൃത AM. നല്ല ഉഗ്രൻ കളറാണല്ലോ ഉടുപ്പിന്റെ. അപ്പൊ കിളിയെ കിളിയെ എന്നുള്ള പാട്ടാണ് പാടാൻ പോണത് അല്ലേ? ഞാൻ ഡീറ്റെയിൽസ്. ആരെഴുതി, ആര് മ്യൂസിക്? മൂവി ആ രാത്രി. പാടിയത് S ജാനകി അമ്മ. മ്യൂസിക് ഇളയരാജ സാർ. ലിറിക്സ് പൂവച്ചൽ ഖാദർ സാർ. വെരി ഗുഡ്. വർഷം 1983. അപ്പൊ എന്തായാലും കേൾക്കാൻ കൊതിയാവുന്നു. തുടങ്ങാം. All the best. All the best. Thank you. All the best. ആ ചേട്ടനാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ. ശരത്തേട്ടൻ റെഡി അല്ലേ? ഓക്കെ. All the best. Thank you.
വെരി ഗുഡ് വെരി ഗുഡ് മോളെ, വെരി ഗുഡ് വെരി ഗുഡ്. മീനുകൂടാ, എന്തോ ആദ്യം നമുക്ക് ഈ പാട്ടില് അതിന്റെ ഇന്റർല്യൂഡ്സ് ഒക്കെ, ഫ്ലൂട്ട് ഇന്റർല്യൂഡ്സ് ഒക്കെ ഇത്രയും ഗംഭീരമായിട്ട് ഓൺ ദ ഡോട്ട് ആയിട്ട് വായിച്ചിട്ടുള്ള നമ്മുടെ ടോപ്പ് ബാൻഡിന്റെ സ്വന്തം ഹരിക്ക്. യെസ്, സോ നൈസ്, സോ നൈസ്. മകളെ, എന്തോ വാട്ട് എ സ്വീറ്റ് വോയിസ് യു ഹാവ്. താങ്ക് യു. ഇങ്ങനെ നല്ല സുഖമാണ്, സുഖം. ഇങ്ങനെ ആ നോട്ട്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് വളരെ സന്തോഷമായിട്ട് ഭയങ്കര സ്നേഹമായിട്ട് ഇങ്ങനെ പറയും, നമ്മളെ ഒന്ന് കേൾക്കണേ എന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ്. അപ്പൊ അങ്ങനെയാണ് മോള് പാടുന്നത്. നമ്മളിപ്പോ പഠിക്കേ ഒരേ സ്ഥലത്താണ്. ആ ഒരേ നോട്ട് രാജ സാർ പല പാട്ടുകളിലും ഒരു നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ ഈസി ആണെന്ന് വിചാരിക്കും, ഒരു നോട്ടാണ്. പക്ഷെ ആ നോട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അഴകിന്നഴകേ, അതെ അതെ അതല്ലേ? അപ്പൊ അത് കറക്റ്റ് ശ്രുതിയിൽ നമ്മൾ വരുമ്പോഴാണ് ഭയങ്കര രസം. പാടിയേ. മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. അഴകിന്നഴകേ. ആ അത് നല്ല അങ്ങനെ ശ്രുതി ചേരണം കേട്ടോ. പിന്നെ ആ നിന്നെപ്പോൽ താഴത്തുനിന്ന് പാടിയില്ലേ, അതൊന്ന് പാടാമോ? കുറച്ചും കൂടെ കയറി അവിടെ എത്തും. അത് പ്രാക്ടീസ് ചെയ്താൽ മതി. അതുപോലെ രണ്ട് ചരണത്തിലും അതുപോലെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല പാട്ടിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതെ അതെ. നല്ല കിളിക്കുട്ടീനെ പോലെ നിൽക്കുന്നുണ്ട് അവിടെ, ആ ഉടുപ്പൊക്കെ ഇട്ട് നല്ല പച്ച കളർ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് പെർഫോം ചെയ്യുന്നത്. തത്തമ്മക്കിളി. തത്തമ്മക്കിളിയാണോ? പച്ചപ്പനന്തത്തെയാണോ? അല്ലല്ല, സാധാ തത്ത, നാടൻ തത്ത. സാധാ തത്ത. സാധാ തത്ത. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, സാധാ തത്ത. അപ്പൊ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. താങ്ക് യു. സാർ പറഞ്ഞ പോലെ ചെറിയ ശ്രുതിയുടെ നോട്ട് എത്താത്ത കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി മധുചേട്ടൻ പറഞ്ഞോ, മധുചേട്ടനാണ് എക്സ്പെർട്ട്. പച്ചക്കിളി എന്തോ നന്നായിട്ട് പാടിട്ടോ, ഉഗ്രനായിട്ട് പാടി. എനിക്ക് ആ വോയിസ് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ മധുവെങ്കിലും വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇതിലെനിക്കിപ്പോൾ എം ജി ഞങ്ങൾ പറഞ്ഞ ഭാഗം അത് കുറച്ച് നോട്ട് കറക്റ്റായിട്ട് എത്തണമായിരുന്നു. പിന്നെ മിനിമോളെ ഇഷ്ടമല്ലേ? മിനിമോൾ അതാരാണ്? ഇതിലൊരു മിനിമോൾ ഉണ്ട്. ഓ, ഇതില് മിനിമോൾ. പാലാഴിപ്പാൽ കോരി അത് കഴിഞ്ഞിട്ട് വരുന്ന മിനിമോൾ അനുപല്ലവില് കേട്ടാ. ചരണത്തിലുണ്ട് മിനിമോള്. ആ മിനിമോള് കുഴപ്പമില്ലായിരുന്നു. അനുപല്ലവിലെ മിനിമോള് പ്രശ്നക്കാരൻ. അതാണ് പ്രശ്നക്കാരൻ. അതെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു. ആ ലലല ഒക്കെ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയായിരുന്നു അത്? വണ്ടർഫുൾ, വണ്ടർഫുൾ. വെരി നൈസ്, വെരി നൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മോളുടെ പാട്ട്? നന്നായിരുന്നു. താങ്ക് യു. നമ്മളെ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയ പാട്ട്. ഇപ്പൊ ഈ അടുത്തിടെ ഇറങ്ങിയ ലോക എന്ന സിനിമയിൽ ഈ പാട്ട് വന്നതോടുകൂടിയിട്ട് ഒന്നുകൂടി ഹിറ്റായതാണത്. അത് വളരെ നന്നായി അവതരിപ്പിച്ചു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇവിടുത്തെ മീനൂട്ടി അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്താ കേട്ടെ. ശരത്തേട്ടാ, സ്പെഷ്യൽ അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു? ഡെഡിക്കേഷൻ താങ്ക് യു. എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തതിന്. വേണോ ഒന്നിച്ചൊന്ന് പാടി നോക്കുന്നോ? അതിലെല്ലാം ഉണ്ട്. അതെ. ചേച്ചി ഇഷ്ടപ്പെട്ടു അവിടെയും? എടാ അടിപൊളിയായിരുന്നു. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം നീ ചെയ്തിട്ട്. താങ്ക് യു. അമൃത എം. എന്തോ? അമൃത എം. നോട്ട് PM. PM അല്ല, AM. അല്ല. അപ്പൊ AM എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മൾ സാധാരണ ക്ലോക്കിൽ പറയുമ്പോൾ? AM എന്ന് വെച്ചാൽ മോർണിംഗ് ആണോ? PM എന്ന് പറഞ്ഞാൽ? PM എന്ന് വെച്ചാൽ നൈറ്റ്. അങ്ങനെയാണോ? അപ്പൊ 12 PM എന്ന് പറഞ്ഞാൽ എപ്പോഴാ? 12 PM എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ അല്ലേ? കഴിഞ്ഞിട്ട്.
ഉച്ച ആ ഒരു സമയത്ത്. ഓ PM എന്ന് പറഞ്ഞ രാത്രിയാണെന്ന് പറഞ്ഞു. രാത്രി മീൻസ് ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് ഉള്ള സമയത്ത്. ഉച്ചരാണ്. അത് തന്നെ. പക്ഷെ അത് കൂട്ടി വായിച്ച അമൃതം എന്ന് വായിക്കും. അമൃതം. അതെ അല്ലേ? അതെ അമൃതം. അതെ അമൃതം. അപ്രീഷിയേറ്റ് ചെയ്യാട്ടോ. താങ്ക് യു. മതി മതി. അപ്പോ അമൃത is going to be awarded 96.5 on 100. താങ്ക് യു. അമൃതക്കുട്ടി, നമ്മുടെ രണ്ടാമത്തെ പാട്ടും കഴിഞ്ഞു. അത്യാവശ്യമൊക്കെ എല്ലാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റേജ് ഒക്കെ? കൊള്ളാം, അടിപൊളിയാണല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. കൂടുതൽ പരിചയപ്പെടണം. ഓക്കെ, ടാറ്റാ. See you. മാത്യു, നമ്മുടെ മൂവിയിൽ എങ്ങനെ, നൈറ്റ് റൈഡേഴ്സ് മൂവിയിൽ ഒരുപാട് സോങ്സ് ഉള്ള മൂവിയാണോ? മ്യൂസിക്കിന് ഒരുപാട് സ്പെഷ്യൽ ഒരു പ്രാധാന്യമുള്ള ഒരു ഫിലിമാണോ? അതെ ഉറപ്പായിട്ടും. നമ്മുടെ നൗഫൽ ചേട്ടാ, ഇപ്പൊ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം? എല്ലാത്തരം ചേരുവകളുള്ള, ആരും അടുപ്പിക്കാത്ത, ഇപ്പോ എസ്പെഷ്യലി എല്ലാ ഏജ് കാറ്റഗറി ആളുകൾക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും പറഞ്ഞ പോലെ ആരും നിരാശപ്പെടുത്തില്ല. 100% അതെ, അങ്ങനെയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോ റിലീസ് ഡേറ്റ് ആരും മറക്കണ്ട. ഒക്ടോബർ 10 എല്ലാവരും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നമ്മളും എല്ലാവരും ഉറപ്പായിട്ടും പോയി കാണണം. ഓക്കെ, ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ഇതിനു മുന്നേ ഒരു പാട്ട് കേൾക്കാം അല്ലേ? നമ്മൾ ഇപ്രാവശ്യം വിളിക്കാൻ പോകുന്നത് UAE ഒരാളെയാണ് കേട്ടോ വിളിക്കാൻ പോകുന്നത്. ഒരു പാർത്ഥിവാണ് എത്തുന്നത് ഷാർജയിൽ നിന്നും. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ലോറികളൊക്കെ പോയാ? എന്ത് പോയോ? ആ ഞെട്ടല് നിക്കാണ് വരവിന്റെ. എന്തുവാടേ ഇത്? നമ്മുടെ ലോറികള് ലോഡും കൊണ്ട് പോയാ? പോയാ. വാളയാർ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിട്ടുണ്ട്. ഇനി പോക്കല്ല, പണിയായല്ലോ. പണിയായി. അതെ, പോലീസ് ഉണ്ടോ? പ്രശ്നമാട്ടോ. ആണോ? ഇവിടെ അബൂക്കുണ്ട്, നല്ല മസിലൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാ മതി. അബൂക്ക് പോലീസാ. അബൂക്ക് സാറേ, ഞങ്ങളുടെ ലോറി ഒന്ന് എങ്ങനെയും ഒന്ന് അവിടെ നിന്ന് ഒഴിവാക്കിത്താ സാറേ. അവിടുന്ന് ഞങ്ങളുടെ കയ്യിലോട്ടൊന്ന് എത്തിച്ചതാ സാറേ. ഫുള്ളോടാണോ? ഫുള്ളോടോ. ലോറി ആരുടെ പേരില്ല? എന്റെ പേരില്ല. പേരെന്താ? ശിവം. പരമശിവം. അത് ശരി. കൊണ്ടുപോയി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്തതെന്താ? അടുത്തത് പാട്ടിലേക്ക് കിടക്കാം. അതിന് പാട്ട് പാടാൻ അറിയെങ്കിലല്ലേ പാട്ടിലേക്ക് കിടക്കാൻ പറ്റും. മുണ്ട് ശരിക്കും വാളയാർ പരമശിവം മുണ്ട് ശരിക്കും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടല്ലോ. ബെൽറ്റ് കെട്ടിയേക്കാണോ വള്ളി ഇട്ട് കെട്ടിയിരിക്കുകയാണോ? കയറിട്ട് കെട്ടിയിരിക്കുക. പക്ഷെ കയറ് വെച്ച് കെട്ടി ആണതെ. സ്റ്റിക്കേഴ്സ് പാടിക്കൊണ്ടിരിക്കുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പൊ പരമശിവം പാട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാട്ടെ. സിനിമ റൺവേ, വർഷം 2004, സിംഗർ കാർത്തിക് ചേട്ടൻ, മ്യൂസിക് ഡയറക്ടർ സുരേഷ് പീറ്റർ സാറ്, ലിറിക്സിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി അങ്കിൾ, മൂവി ഡയറക്ടർ ജോഷി അങ്കിൾ. ഇനിയിപ്പോ സിനിമയുടെ കഥയും കൂടെ കഥ പറയൂ. അപ്പൊ നമുക്ക് ഇനി പാട്ടിലേക്ക് കിടക്കാം. അതെ. മുണ്ട് മടക്കി കുത്തുന്നുണ്ടോ? ഇല്ല. അത്ര ധൈര്യമൊന്നുമില്ല. പൊളിച്ചെടുക്കോ? പൊളിച്ചങ്ങ് അടുക്കും. നമുക്ക് നോക്കാം. യൂസ് ചെയ്യും. ചക്രം തന്നെ അങ്ങ് യൂസ് ചെയ്യും. യു ആർ വെരി കാം അല്ലേ? We are very calm, but I have self-defense. തുടങ്ങിയേക്കാം. ലോഡ് ധൈര്യമായിട്ട് ലോഡ് കൊണ്ടുപോയി പാട്ട് തുടങ്ങാം. അതെ, നൈറ്റ് റൈഡേഴ്സ് ഏറ്റെടുത്തു. അബൂക്ക് സാർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. അബൂക്ക സാർ നല്ല പേരല്ലേ? ഞങ്ങൾക്കൊരു ധൈര്യമാ. ശരി പരമശിവം, ലോഡ് എടുത്തിട്ടുണ്ട്, പാട്ട് തുടങ്ങാം. ലോഡ് അവരെ വളയാറില് പിടിച്ചെടുത്തിട്ടുണ്ട്. പാട്ട് തുടങ്ങാം. എനിക്ക് എന്തോ സമാനം. അതാ പാടിക്കോ.
വെരി നൈസ്. കാലക്കി. പരമശിവം, എന്തോ அது வந்து இந்த ஓசலமா ஐலசா என்ன எனக்கு தெரியல. தெரியல. இல்ல அது தெரியாது. அது எத்தனை வாட்டி பாடுனது இந்த பாட்டுல? ഒരു 20-25 പ്രാവശ്യം. 25 ഒരു 50 പ്രാവശ്യം இருக்கும். സത്യം. സൂർ தானே? അങ്കിൾ, എനിക്ക് ഈ തമിഴ് അത്രയ്ക്കൊന്നും പിടിക്കത്തില്ല. എനിക്ക് കുറച്ച് തമിഴേ അറിയുള്ളൂ. എനിക്ക് കൊഞ്ചം പേസാൻ തെരിയും. കൊഞ്ചം പേസാൻ തെരിയും. ബിക്കോസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തമിഴനാണ്. ആണോ? എന്താ പേര്? വേന്ദൻ. വേന്ദൻ തിരുച്ചിന്നാണ് വരുന്നത്. തിരുച്ചി. ഓക്കെ. അതൊക്കെ പോട്ടെ, പാട്ടെങ്ങനെ പാടി? പാട്ട് കുഴപ്പമില്ലാതെ പാടി. കുഴപ്പമില്ലാതെ പാടിയ മാർക്കൊന്നും അത്ര കിട്ടൂല. എന്തൊക്കെയായിരുന്നു കുഴപ്പം പാട്ടില്? കുഴപ്പം ഞാൻ ആദ്യം ഏ മാരിമുത്തയ്ക്ക് പകരം ഓസ്ലാമ പാടി. അതാണ് ഏറ്റവും വലിയ കുറ്റം. പിന്നെ അടുത്ത കുറ്റം എന്താന്ന് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ഇത് മാത്രം ഞാൻ കണ്ടുപിടിച്ചു. ഈ വരിയൊക്കെ മാറ്റി പാടാമോ? ഇല്ല. നോ നെവർ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് കുറയ്ക്കും. എത്ര കുറയ്ക്കണം? 1 മാർക്ക് കുറച്ചാൽ മതി. പക്ഷെ ഞാൻ പറയട്ടെ, ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ, അപ്പൊ നമുക്കതങ്ങ് കണ്ണടച്ച് കളയാം. എന്തൊരു സന്തോഷം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഏത് ഉപകാരം? ഇപ്പൊ ആര് ചേച്ചി ചെയ്തു ഉപകാരം. അത് ക്യാപ്റ്റന്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അതെ, ഞങ്ങൾ സമ്മതിക്കണം. ഞങ്ങൾ സമ്മതിക്കണം. സമ്മതിക്കുന്നില്ല. പക്ഷെ ക്യാപ്റ്റൻ അല്ലേ മെയിൻ. ക്യാപ്റ്റൻ നമ്മള് കൂട്ടായി തീരുമാനം. അതെ, ഒരുമിച്ച്. മകളെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. അസലായിട്ട് പാടി. താങ്ക് യു സർ. ആ തുടക്കത്തില് വെരി ബിഗിനിങ്ങില് കൃത്യമായിട്ട് ശ്രുതിയില് വന്നില്ല തുടക്കം. എന്താ കാരണം? എന്താണ് കാരണം? ശ്രദ്ധയില്ലാത്തോണ്ട്. അല്ല, ചെറിയ ശ്രദ്ധക്കുറവൊക്കെ ഉണ്ട്. മനുഷ്യനല്ലേ അല്ലേ? അല്ലേ? ഹ്യൂമൻ എറർ. മനുഷ്യനായ ശ്രദ്ധക്കുറവൊക്കെ വരുമല്ലോ ചില കാര്യങ്ങളിലൊക്കെ. വരൂ. ചേട്ടാ സത്യമല്ലേ, ചില കാര്യങ്ങളിലൊക്കെ ചെറിയ ശ്രദ്ധക്കുറവൊക്കെ വരും. ചേട്ടൻ തന്നെ പറ. വരും മനുഷ്യന്മാരല്ലേ നമുക്ക്. അപ്പൊ ചേട്ടന്റെ അഭിപ്രായം അത് തന്നെയാണ്. പോലീസ് സാറേ, മോന്റെ കാര്യത്തില് ജയേന്ദ്ര സാറ് പറഞ്ഞ മാതിരി ചെറിയൊരു കള്ളത്തരം കാണിക്കാനുള്ളൊരു മിടുക്ക് കൂടുതലുണ്ട്. അത് സത്യമാണ്. പക്ഷേ തെറ്റ് പറ്റും. പക്ഷെ ഏതിന് അതിജീവിക്കാനുള്ള മോന്റെ ഒരു കഴിവുണ്ടല്ലോ. സൂപ്പർ. ചേട്ടന്റെയും അഭിപ്രായം അത് തന്നെ. വേറെ ആരെങ്കിലും അല്ല, തെറ്റ് പറ്റൂടാ. കാരണം തെറ്റിന്നല്ലേ ശരിയുണ്ടാവുന്നേ. ഓ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതും ശരി തന്നെ. പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ കുഞ്ചാക്കോ ബോബന്റെ മകനാണോ വരുന്നത് ആദ്യം വിചാരിച്ചു. ആ ഒരു വേസ് കെട്ട് നമ്മുടെ ചാക്കോച്ചനെ ദൈവം ചെറുതാക്കി കൊണ്ടുവന്ന എല്ലാവരും പറയുന്നത് എന്നെ കണ്ടിട്ട് കുട്ടി മോഹൻലാലിനെ പോലെ ഉണ്ടെന്നാ പറയുന്നത്. ആരാടാ പറഞ്ഞത്? എന്റെ കുടുംബക്കാരും ചില എന്റെ ഫാൻസും ഒക്കെ ഇങ്ങനെ പറയാ, നിന്നെ കണ്ടിട്ട് ഒരു കുട്ടി മോഹൻലാലിനെ പോലെ ഉണ്ടല്ലോടാന്ന് പറയും. നിനക്കത് ഇഷ്ടാവുന്നുണ്ടോടാ? തോളൊന്ന് കുറച്ച് ചരിച്ചാ മതി. അപ്പൊ ഓൾറെഡി ചെരിവുണ്ടെന്ന്. ചെരിവ് നന്നായിട്ടുണ്ട് അല്ലേ? പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ കൂളായിട്ടല്ലേ പറഞ്ഞേ. ഇത്രയും കോൺഫിഡൻസ് ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അല്ലേ? ഇത്രയും ധൈര്യം. ഈ ചക്രം മുഴുവൻ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ നിൽക്കുമായിരുന്നല്ലോ. എവിടെ പോയി? അത് എനിക്ക് എന്തോ ഞാനങ്ങ് ആദ്യത്തെ പെർഫോമൻസ് അല്ല, അതുകൊണ്ട് ഞാനങ്ങ് യൂസ് ചെയ്യും. ഒതുങ്ങി നിന്നതാണ്. പക്ഷെ ഞാൻ അത്യാവശ്യം മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്തില്ലേ? അത് അവിടെ തന്നെ നിന്നിട്ടല്ലേ ചെയ്തേ. അതിൽ ഞാൻ എന്തൊക്കെ സ്റ്റെപ്പ് ഞാൻ എന്റെ തലേ വന്ന് ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു വാക്ക് മാറിപ്പോയി അല്ലേ ഫസ്റ്റ്. പിന്നെ അത് കൂടാണ്ട് ഒരു ഹോസലാമ വേറെ പോയി ശ്രുതി. അപ്പൊ എന്തായാലും കൊള്ളാട്ട, മിടുക്കനാണ്. എല്ലാം കൊണ്ടും മിടുക്കനാണ്. നല്ല കട്ട കോൺഫിഡൻസ്. ഇതുപോലെ പാടുക, ഇതിന്റെ അപ്പുറം പെർഫോം ചെയ്യാം അടുത്ത പ്രാവശ്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാർക്ക് വേണ്ടേ? വേണം. എന്തിനായിരുന്നു മാർക്ക് കുറയ്ക്കാന്ന് പറഞ്ഞ വരി മാറ്റി വിട്ടോ? നിങ്ങൾ കണ്ണടയ്ക്കുമെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇതിനെ കുറയ്ക്കുന്നത്? ഓ, ഫുള്ള് വേണം. നമ്മള് കണ്ണടച്ചു കേട്ടോ. ഫുള്ള് വേണമെന്നല്ല, നിങ്ങള്
തീരുമാനിക്കുന്ന ആ മാർക്കിന്ന് ഒരെണ്ണം കുറയ്ക്കുന്നല്ല പറഞ്ഞേ, ആ തീരുമാനിക്കുന്ന മാർക്കിന്റെ ഫുള്ള് വേണം. ഞങ്ങൾക്കൊന്നും പിടികിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പൊ 97 എന്ന് വിചാരിച്ചു, അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഒരെണ്ണം കുറയ്ക്കുന്നു, അപ്പൊ അത് 96 ആയി. പക്ഷെ എനിക്ക് 96 വേണ്ട, നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് അത് പറ്റില്ല, 97 തന്നെ മതി അതാണ് പറഞ്ഞത്. അപ്പൊ ഓക്കെ 97. താങ്ക് യു. Is that okay? യെസ്. ഹാപ്പിയാണോ? പക്ഷെ നമ്മൾ ഹാപ്പി അല്ല. കൊട്ടിത്തരാനാണോ? ഒരു വലിയ പ്രശ്നക്കാരനാരെന്ന് പറഞ്ഞ ഒരു 1.25 ആണ്. അതെന്താ? നമ്മളിപ്പോ ആ 1.25 വെച്ച് എന്ത് ചെയ്യും? സോ വാട്ട് ഈസ് 100 മൈനസ് 1.25? 99.25. ഇടിക്കാൻ 99. ഒന്നുകൂടെ ചോദിക്കുന്നു, 100 മൈനസ് 1.25 എത്ര? അങ്കിള്, ഞാൻ ആ ഇത് കുറയ്ക്കാറായിട്ടില്ല. എനിക്ക് 0.25 പോലും എന്താണെന്നറിയില്ല. ഞാൻ 4ാം ക്ലാസ്സിലായത്. 1 മൈനസ് ആയിരുന്നെങ്കിൽ ഞാനിപ്പോ പച്ചവെള്ളം പോലെ ആൻസർ പറഞ്ഞേനെ. ഓക്കെ 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 സർ, താങ്ക് യു. പറയട്ടെ. സോ പാർത്ഥിവ് മകൻ ഈസ് ഗോയിങ് ടു ബി അവാർഡഡ് 98.75 ടുഡേ. പരമശിവം. ഓക്കെ പരമശിവം, ലോഡൊക്കെ പോയി കയറ്റിക്കോ. ബൈ ബൈ. മധു അങ്കിൾ, ഓയ്, ഇനി വരാൻ പോകുന്നത് അങ്ങ് ബാംഗ്ലൂരിൽ നിന്നും നമ്മൾ ഇറക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആളാണ്. ഒരു മിടുക്കി പാട്ടുകാരിയാണ്. ലെറ്റ്സ് വെൽക്കം ശ്രിയ സോജേഷ് ഓൺ സ്റ്റേജ്. ശ്രിയ. യെസ് സർ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? കഴിഞ്ഞ എപ്പിസോഡിൽ പാടിയില്ലേ പാട്ട്, അതിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് എങ്ങനെയാണ്? കഴിഞ്ഞ എപ്പിസോഡില് കുറച്ച് സംഗതീസ് ഒക്കെ ഒന്ന് റെഡിയാവാൻ തോന്നി, റെഡിയാക്കണം തോന്നി. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ലിറിക്സ് ഒക്കെ മര്യാദക്ക് പഠിക്കാം. കഴിഞ്ഞ പഠിച്ചില്ലായിരുന്നോ ലിറിക്സ്? അല്ല, നല്ലോണം പഠിച്ചു, പക്ഷെ കുറച്ച് ടെൻഷൻ ആയതുകൊണ്ട് ലിറിക്സ് മറന്നുപോയി. ഇത്തവണ എല്ലാം പക്കയായിട്ടാ വന്നിരിക്കണേ അല്ലേ? അപ്പൊ ഇന്ന് ടെൻഷനില്ലാതെ പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? വൈഡൂര്യ കമ്മലണിഞ്ഞ്. കമ്മലണിഞ്ഞിട്ടുണ്ടോ? വൈഡൂര്യ കമ്മലാണോ? ആണോ? അല്ല, എന്താ? ഓക്കെ ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ്. ലിറിക്സ് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. മ്യൂസിക് ചെയ്തത് ജോൺസൺ മാസ്റ്റർ. മൂവിന്റെ പേര് ഈ പുഴയും കടന്ന്. ഇയർ 1996. ഇതിൽ ഉഗ്രം പാട്ടുകൾ വേറെ ഉണ്ട്. പാതിരാ പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു, നല്ല പാട്ടുകളുണ്ടല്ലേ. ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു, കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, അതുണ്ട് അല്ലേ? മധുവിനെ പറ്റിയുള്ള പാട്ടാ. എന്നാ തുടങ്ങാം നമുക്ക്. All the best. All the best. All the best. Thank you. പൊന്മാനേ
നൈസ് മോളെ, നൈസ്. പാട്ട് പാടി കഴിഞ്ഞു, ഹാപ്പി അല്ലേ? happy എനിക്ക് ആണ്. നമ്മുടെ സോജയ് ചേട്ടന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം ഈ പാട്ട് ഒത്തിരി കഷ്ടപ്പെട്ടാണോ മലയാളം പഠിപ്പിച്ചു കൊടുത്തത്? എല്ലാ പാട്ടുകളും കഷ്ടപ്പെട്ടാണ് മലയാളം പഠിപ്പിക്കാറ്. അത് അറിയാനുണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരാൾ പാടുമ്പോ അവിടെ സോജയ് ചേട്ടൻ ഇത് കണ്ണടച്ചിട്ട് പാടുക ഓരോ വരി ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി മലയാളം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിപ്പിച്ചു. അതിന് ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അവക്ക് ഒരു ലാംഗ്വേജിനോടും പ്രത്യേകിച്ച് ഒരു ഇൻക്ലിനേഷൻ ഇല്ല. ഇല്ല. അത് ബാംഗ്ലൂർ വളർന്നതിന്റെ ഒരു ഇതാണ്. അപ്പം എല്ലാ പാട്ടുകളും ഹിന്ദിയാണ് കൂടുതൽ താല്പര്യം. പക്ഷെ എല്ലാ പാട്ടുകളും ഇംഗ്ലീഷിൽ എഴുതിയിട്ടാണ്, ഹിന്ദി ഒഴിച്ച് എല്ലാം അങ്ങനെയാണ്. ബാക്കിയെല്ലാം ഇംഗ്ലീഷിൽ എഴുതി പഠിക്കും. അപ്പൊ മലയാളം ഇംഗ്ലീഷിൽ എഴുതി പഠിക്കും. യെസ്, ഓ, അങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ. ശ്രിയ, ഐ തിങ്ക് യുവർ മലയാളം ഡിക്ഷൻ ഇസ് വെരി ഗുഡ് കേട്ടോ. താങ്ക് യു സർ. Of course, of course. അച്ഛൻ സന്തോഷായി. അച്ഛൻ ഞാൻ പലപ്പോഴും രാത്രി 11 മണി 12 മണിക്കൊക്കെ ലിറിക്സ് ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി. അയ്യോ, ചേട്ടന്റെ ഒരു വലിയ ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന്റെ പിന്നിൽ അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പാരന്റ്സ് ആണ് നമ്മൾ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് ഓരോ കണ്ടസ്റ്റന്റ് വരുമ്പോഴും നമ്മളത് പ്രൂഫാണ്. അത് ആക്ച്വലി ഓരോ ആള് വരുമ്പോഴും. ഒരു സീക്രട്ട് ചോദിച്ചോട്ടെ? ആ. ശ്രേയ ഘോഷലാണോ ഇഷ്ടപ്പെട്ട പാട്ടുകാരി? കണ്ടുപിടിച്ചു. യെസ് യെസ്, ഐ ജസ്റ്റ് ഫൗണ്ട് ഇറ്റ് ഔട്ട്. ശ്രേയ ഘോഷാൽ, അർജീത് സിംഗ്, അവരൊക്കെ നല്ല. അർജീത് സിംഗ്, അർജീത് സിംഗ് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള. ആ. അപ്പോ കാര്യത്തിലേക്ക് കിടക്കും. ഒരു ഡുവറ്റ് അല്ലേ സോളോ ആയിട്ട് ഇന്ന് പാടിയത്? വൈ? എനിക്ക് പാട്ട് നല്ലൊരു ഇഷ്ടമായി. അതിന്റെ ബീറ്റൊക്കെ എനിക്ക് രണ്ടുപേര് പാടുമ്പോഴത്തേക്കും അവർക്ക് മാറി മാറി പാടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അതുണ്ട്. അപ്പൊ ഒരാള് ഇത് കംപ്ലീറ്റ് പാടുകയാണെങ്കിൽ ശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം ഇടയ്ക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാവൂലേ? അത് ചില സ്ഥലത്ത്. ശരിയല്ലേ? അത് കണ്ടുപിടിക്കപ്പെട്ടു. എവിടേക്കാണ് നമ്മള് മെലഡി ഇപ്പോ മാമയിൽ പീലി ചൂടും വാൽക്കണ്ണിൽ, അതൊന്ന് പാടാമോ? മാമയിൽ പീലി ചൂടും വാൽക്കണ്ണിൽ മെലോഡിയസ്. ഇന്ന് മൈയെഴുതും പൊൻകിനാവുകളിൽ എന്താണ് അടുത്തത്? ആലുളി തിങ്കൾ പൂക്കും നിന്നുള്ളിൽ മെല്ലെ പൂങ്കുയിലായി പാടി നിൽക്കുവതാരാണ്. ഇത് കഴിഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടെ റിതമിക്കായിട്ട് പാടാം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇതുപോലുള്ള ചില ഭാഗങ്ങള് നമുക്ക് മെലഡീസ് പാടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും ആ പാട്ടിന്റെ ഉള്ളിൽ തന്നെ. അതിനെ നമ്മൾ കാണാതെ പോകരുത്. അവിടെ ഒന്ന് സുഖം പകർന്നു കൊടുക്കണം. അപ്പോ മധു പറയും എന്ന് പറയും. ആര്യാണെങ്കിൽ ഇങ്ങനെ ആര്യ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പൊ അങ്ങനെയൊക്കെ ആവും. അതൊക്കെ വേണ്ടേ? അല്ലേ മധു? തീർച്ചയായിട്ടും അതെ. ശ്രിയ നന്നായിട്ട് പാടി, നല്ല സെലക്ഷൻ ആണ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു 3 പേര് പാടുന്ന പാട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിലൊക്കെ പാടാനായിട്ട് ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്ത് വരും, നമുക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്നിപ്പോ എനിക്ക് തോന്നിയത് പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് പാടി, നല്ല വോയിസ് ആണ് കേട്ടോ, ഉഗ്രം വോയിസ് ആണ്. എനിക്ക് ചില സ്ഥലങ്ങളിലെല്ലാം കുറച്ച് പെർഫെക്ഷൻ വേണമെന്ന് തോന്നി. അതിനുള്ള കഴിവുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് പാടാൻ സാധിക്കും. അത് 100% ഷുവർ ആണ്. ഓക്കെ, ശ്രീകുട്ടി, ഈ മിസ്സായി പോയിന്ന് പറയുന്ന ഭാഗമൊക്കെ എല്ലാ സെന്റൻസിന്റെയും അറ്റത്തുള്ള അക്ഷരങ്ങളാണ് നമുക്ക് മിസ്സായി പോയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ 3 പേര് പാടിയിട്ടുള്ള പാട്ടാ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബ്രെത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. കുഴപ്പമില്ല കേട്ടോ, അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം, അടിപൊളിയാക്കാം. അതെ, നല്ല കാമായിട്ടാണ് നിന്നിട്ട് പാടുന്നത്, വിച്ച് ഇസ് വെരി ഗുഡ്. അടുത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴും സമാധാന പ്രിയാണ് ശ്രീകുട്ടി. ഭയങ്കര സമാധാനത്തോടെയാ പാടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ആണ്. നമ്മൾ ഈ തോണി ഉണ്ടാക്കില്ലേ, കടലാസ് തോണി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വെള്ളത്തിൽ ഒഴുക്കുമ്പോൾ അതിങ്ങനെ പോണത് ഇമാജിൻ ചെയ്യാം. അതുപോലത്തെ ഒരു ശബ്ദമാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു ബ്രെത്തി, ഒരു എയറി ബ്രീസി ആയിട്ടുള്ള ഒരു വോയിസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പൊ നന്നായി പാടി, അടിപൊളി. അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കിടക്കണ്ടേ? 96.5 out of 100 for Shriya. ശ്രീയക്കുട്ടി നന്നായി പാടിയോണ്ടാണ് ഇത്രയും മാർക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പൊ അടുത്ത റൗണ്ടിലും ഇതുപോലെ പെർഫോം ചെയ്യാ, ഇതുപോലെയെന്നല്ല, ഇതിനേക്കാൾ ഇതൊക്കെ മേലെ ഇതിന്റെ അപ്പുറം പെർഫോം ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. യെസ്. ബൈ. നമ്മുടെ നൈറ്റ് റൈഡേഴ്സിന്റെ വിശേഷം കുറച്ചുകൂടെ അറിയാം. നായകന്റെയും നായികയുടെയും ഒരു ക്യാരക്ടറൊക്കെ ഏകദേശം നമ്മൾ മനസ്സിലായി പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ മെറിൻ ചേച്ചിയും ശരത്തേട്ടനും എന്താണ് മൂവിയിലെ ക്യാരക്ടർ? അല്ല, ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാൻ സംവിധായകന്റെ പെർമിഷൻ കിട്ടിയിട്ടില്ല. പാവം ചേട്ടൻ. ക്യാരക്ടർ സീക്രട്ട് ഒന്നും പറയണ്ട സിനിമയില്. എന്താണ് ക്യാരക്ടറിന്റെ പേര്? ചോദി. ഓക്കെ. റൈഡേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അല്ല, ഇത് തികച്ചും വേറൊരു പാരലൽ യൂണിവേഴ്സിൽ. ചേട്ടന്റെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടറിന്റെ പേര് രാജേഷ് എന്നാണ്. നാട്ടുംപുറത്ത് നമ്മളെപ്പോഴും കാണുന്ന പോലെ ഉള്ള, ഇപ്പം മാത്യു, റോഷൻ ഇവരുടെയൊക്കെ സൗഹൃദത്തിന്റെ കൂട്ടിലുള്ള ഇവരുടെക്കാൾ മൂത്ത ഒരാൾ. ഇവരെന്നെ ചേട്ടാന്നാ വിളിക്കുന്നത്. അതിന് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. അർഹിക്കുന്നതാണല്ലോ. അപ്പൊ എന്റെ ജോലി ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പോറ്റണമെന്നാണ് കുടുംബക്കാര് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ ഫുൾ ടൈം ഈ ഗ്യാങ്ങിന്റെ കൂടെയാണ്. ഞങ്ങൾ സമ്മതിക്കാറില്ല. പിന്നെ ഞങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ട്. വായിക്കാൻ അല്ലെങ്കിലും ഫുൾ ടൈം അവിടെ ആയിരിക്കും. കൂടുതലും രാത്രിയിലാണ്. അതുകൊണ്ടാണ് നൈറ്റ് റൈഡേഴ്സ് പേരുള്ളത്. ഓക്കെ. ഞങ്ങളുടെ ക്യാരക്ടർ കുറച്ച് തമാശകൾ പരിപാടികളൊക്കെയാണ്. എന്തൊക്കെയാ ഉള്ളത്? തമാശ ഉണ്ട്, കോമഡി ഉണ്ട്, പിന്നെ എന്തൊക്കെ വേണമെന്ന് പറയാം. ഞങ്ങൾ പാസ് പാസ് എന്ന് പറയാം. പ്രേതം ഉണ്ടോ? പാസ്. തമാശ ഉണ്ടോ? കൊറേ. ഓക്കെ. പിന്നെന്താ? ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. പിന്നെ പാട്ട് ഓൾറെഡി പറഞ്ഞല്ലോ. 5-6 ഫൈറ്റ്. പാസ്. ഫൈറ്റ് ഉണ്ട്. അതും ചേട്ടനുണ്ടോ? റൊമാൻസ്. അത് നമ്മള് പാട്ടിലൊക്കെ കുറച്ച് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഫാന്റസി അതും. ചേട്ടൻ എന്തെങ്കിലും ഡയറക്ടർ ചേട്ടാ ഇനി എന്തെങ്കിലും സർപ്രൈസിംഗ് എലമെന്റ്സ് ഞങ്ങൾ വരാനുണ്ട്? സർപ്രൈസുകൾ അതും പാസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. എല്ലാവർക്കും വന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ടോപ്പ് സിംഗർ ടീമിന്റെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തു. ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞു, നല്ല പാട്ടൊക്കെ കേട്ടു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒക്ടോബർ 10-ാം തീയതി തിയേറ്ററിലായിരിക്കും അല്ലേ? പറഞ്ഞ പോലെ തന്നെ ആരും നിരാശപ്പെടുത്താത്തൊരു സിനിമയായിരിക്കും. എല്ലാവരും ഈ വരുന്ന 10-ാം തീയതി തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. അപ്പൊ ഓക്കെ, നമുക്ക് ഒത്തിരി സന്തോഷം അല്ലേ? അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ അൻപാർത്ത വണക്കം. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒത്തിരി സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബൈ. സീ യു.